വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഖമാണ് എല്ലാവർക്കും. ചായ കുടിച്ചോ? ചായ കുടിക്കാനുള്ള നേരമായിരുന്നു ഏകദേശം. ഞാൻ ചായ ഇടണം. ചായ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാരി ഡ്രൈപ്പിംഗ് ആണ് കേട്ടോ. നമുക്ക് സാരി വെച്ചിട്ട് ഭരതനാട്യം സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഡാൻസേഴ്സും ഡാൻസ് ടീച്ചേഴ്സും ഒന്നും എന്നെ എന്തായാലും തല്ലിക്കൊല്ലാൻ വരരുത്. ഇതൊരു പ്രൊഫഷണൽ ഡാൻസ് ഡ്രൈപ്പിംഗ് ഒന്നുമല്ല. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഏതെങ്കിലും അമ്പലത്തിലോ ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ആ സമയത്ത് നമുക്ക് ഡാൻസിൻ്റെ ഡ്രസ്സ് ഭരതനാട്യം കോസ്റ്റ്യൂം വന്നിട്ട് അവൈലബിൾ അല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു പട്ടുസാരി ഉണ്ടെങ്കിൽ ഒന്ന് ചുറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രൈപ്പാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഡ്രൈപ്പാണ്, അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ കോമ്പറ്റീഷന് പറ്റിയ ഒരു ഡ്രൈപ്പാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല, നമുക്ക് വേറെ ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടിൻജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം സാരി ഡ്രൈപ്പാണ്. ഞാനൊരു നമ്മളുടെ നാട്ടിലെ സെറ്റ് സാരി, കേരള സാരി വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളവർ പട്ടുസാരി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പട്ടുസാരി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർണമെൻറ്റ്സും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് സാരി വെച്ച് ചെയ്തതാണ്. കാര്യം പട്ടുസാരിയൊക്കെ ആകുമ്പോൾ ഒരുപാട് വെയിറ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഡെമോ കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പട്ടുസാരിയൊക്കെ ചെയ്യുമ്പോൾ അയൺ ചെയ്യണമല്ലോ. എനിക്കിപ്പോൾ അയൺ ചെയ്യാനുള്ള ആ ഒരു മനസ്സാന്നിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സെറ്റ് സാരി വെച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ നല്ല ഹെവി പട്ടുസാരി വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്ത് ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായമൊക്കെ പറയണേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. കൃഷ്ണൻ്റെയും രാധയുടെ ഒക്കെ പ്രിൻറ്റ് വരുന്ന താമരയും വേറെ കുറേ ഡിസൈൻസൊക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് സാരിയാണ്. ഞാൻ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്. നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് വരിക്കാശ്ശേരി മനേന്ന് വാങ്ങിച്ചാണ്. ഒരു തവണ അവിടെ പോയപ്പോൾ അവിടെ സെയിൽസിന് ഇട്ടായിരുന്നു. അപ്പം അന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാനിത്. എൻ്റെ സാരി കളക്ഷനിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സിൽക്ക് സാരി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. സിൽക്ക് സാരി ആകുമ്പോൾ നമുക്ക് സ്റ്റേജിലൊക്കെ കാണുമ്പോൾ ഡാൻസ് കളിക്കാനൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണണ്ടേ. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അത് മാത്രമല്ല, ഓഡിയൻസിന് കാണുമ്പോൾ സിൽക്ക് സാരി ആകുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം വന്നിട്ട് നമ്മൾ പല്ലു വന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുക കേട്ടോ. നിങ്ങളിത് റൈറ്റ് സൈഡ് ആവും കാണുന്നത്, ക്യാമറ സെറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. അപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുക. അപ്പം കുറച്ച് അധികമായിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ ഫ്രില്ല് വരണ്ടേ, അപ്പം അത്രയും വന്നിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് രണ്ട് സൈഡും കൂടി പിടിച്ചത് നമുക്ക് സെൻറ്ററിലൊരു 2 നോട്ട് ഇടുക കേട്ടോ. സെൻറ്റർ നോട്ട് ഒരു 2 ഇടുക. സ്ട്രോങ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാര്യം അത് വന്നിട്ട് അഴിഞ്ഞു പോകരുതല്ലോ. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത്രയും. എന്നിട്ട് നമ്മളിങ്ങനെ വിടർത്തി നോക്കുമ്പോൾ ആ കെട്ട് അഴിഞ്ഞു പോകരുത്. അത് സ്ട്രോങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സാരി എടുത്തിട്ട് നമ്മൾ കാലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വെളിയെടുക്കുക കേട്ടോ. ഇതാ സ്ക്രീനിൽ കാണുന്ന മാതിരി തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്ക് വന്നിട്ട് ഇതില്ലേ, അതായത് ആ ഫ്രില്ല് വന്നിട്ട് നമുക്ക് ഞൊറിയെടുക്കുക. നമ്മൾ സാരിക്കൊക്കെ പ്ലേറ്റ് എടുക്കുന്ന മാതിരി എടുക്കുക കേട്ടോ. എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സെൻറ്റർ നോട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വെളിയെടുക്കണം. ഓക്കെ, നന്നായിട്ട് ഞൊറി പെർഫെക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ സെൻട്രൽ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വെളിയെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം നന്നായിട്ട് അത്യാവശ്യം പ്ലേറ്റ് വന്നിട്ട് നന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് സെൻട്രൽ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വെളിയിലെടുത്തിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വിടുക കേട്ടോ. ലൂസ് ആവരുത്, നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വിടുക. അപ്പം നല്ല ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഭരതനാട്യത്തിൻ്റെ ഫ്രണ്ടിൽ ഫ്രില്ല് കണ്ടിട്ടില്ലേ, അതൊന്ന് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ കിട്ടണം. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് അതൊരു വശത്തേക്ക് തള്ളിയിട്ട് അടുത്ത സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് കാലിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വെളിയിലെടുക്കുക കേട്ടോ. വെളിയിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ. 2 സൈഡും ബാക്ക് സൈഡിലോട്ട് പിടിച്ച് ഒരു പിന്നൊക്കെ കുത്തിയിട്ട് നന്നായിട്ട്
ടൈറ്റ് ചെയ്യുക. കാര്യം നമ്മൾ കളിക്കാനുള്ളതാണല്ലോ, നിൽക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ അത് ടൈറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാരി ഉടുക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന് പ്ലീറ്റ് എടുക്കാം. അപ്പോൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ഇത് വരുന്നത് നമ്മൾ പല്ലു ഫ്രണ്ടിൽ യൂസ് ചെയ്തുകൊണ്ട് ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ബാക്ക് സൈഡ്. അതായത് നമ്മൾ നോർമൽ സാരി ഉടുക്കുമ്പോൾ ഉള്ളി വരുന്ന ഭാഗമാണ് നമുക്ക് വന്നിട്ട് പ്ലീറ്റ് എടുക്കാനായിട്ട് കിട്ടുക. അപ്പം പെർഫെക്റ്റായിട്ട് നമ്മൾ സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ പ്ലീറ്റ് എടുക്കുക കേട്ടോ. കുറച്ച് നീറ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അയൺ ചെയ്ത സാരിയൊക്കെ എന്ന് വെച്ചാൽ പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാൻ അയൺ ചെയ്തില്ല, ഞാനൊരു മടിച്ചാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ അയണൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പം അയൺ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് അത് കിട്ടും. അപ്പം നന്നായിട്ട് നമ്മൾ സാരി ഉടുക്കുന്ന പോലെ തന്നെ മേലോട്ട് നന്നായിട്ട് പ്ലേറ്റ് എടുത്തിട്ട് അവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യുക കേട്ടോ. അപ്പം പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം അതിന് ശേഷം അത് വന്നിട്ട് ബാക്ക് സൈഡിലുള്ള ആ പോർഷൻ വന്നിട്ട് നമുക്ക് നന്നായിട്ട് ഞൊറിയെടുക്കാം. ഞൊറിയെടുത്തതിന് കസവ് മേലെ വരണ മാതിരി പെർഫെക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചുറ്റിയെടുക്കാം. ഞാൻ ചുറ്റിനകത്ത് പെർഫെക്റ്റ് ഒന്നുമല്ല, പിന്നെ ലാസ്റ്റ് അതൊന്ന് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മളൊരു സൈഡിലോട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുക. കുത്തി വെച്ചിട്ട് ഒരു പിന്ന് കുത്തി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മളുടെ മേലെയുള്ള ഞെറി ഒന്ന് ശരിയാക്കിയതിന് ശേഷം അടിയിലുള്ള ആ ഞെറി വന്നിട്ട് നമുക്ക് ഒരു സൈഡ് ഒരു ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലോട്ട് രണ്ടിടത്തായിട്ട് പിൻ ചെയ്ത് വയ്ക്കുക കേട്ടോ, മേലെയും താഴെയും. അതേപോലെ ഈ സൈഡിലും നമ്മളൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പിൻ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ പെർഫെക്റ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അടിയിലൊരു പാൻറ് ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ബ്ലാക്ക് പാൻറ്റാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ സെയിം കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. സിൽക്ക് സാരി യൂസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് താഴെയുള്ള പാർട്ട് വന്നിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഇറക്കി കൊടുക്കാം. അവിടെ ഒരു പിന്ന് കുത്താൻ പറ്റുമെങ്കിൽ കുത്തുക കേട്ടോ. ഇല്ല നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. അപ്പം നിങ്ങളൊന്നുകൂടി സാരിയൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനൊരു ഐഡിയ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒരു ഡിസ്ക്ലൈമർ പോലെ വീണ്ടും പറയാം കേട്ടോ. ഞാനൊരു ട്രൈപ്പിസ്റ്റോ സ്റ്റൈലിസ്റ്റോ ഒന്നും അല്ല. ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. ഇപ്പം വീക്കെൻഡ്സിലൊക്കെ നമുക്ക് പ്രോഗ്രാം വെക്കാൻ ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. എന്തെങ്കിലും ഒരു അമ്പലത്തിൽ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനാണോ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയൊരു ട്രൈപ്പാണത്. നല്ലൊരു സിൽക്ക് സാരി, നല്ല ഹെവി ആയിട്ടുള്ള ഒരു സിൽക്ക് സാരി വെച്ച് നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും ഈ ഒരു ട്രൈപ്പ്. ഇതിൻ്റെ കൂടെ നല്ല ഭരതനാട്യം ജ്വല്ലറീസ് നമ്മൾ പെയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിരിക്കും. പിന്നെ സിംഗിൾ നോട്ടും ഡബിൾ നോട്ടൊക്കെ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് അഴിഞ്ഞു പോവുക അങ്ങനെ ഒന്നുമില്ല. നല്ല സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്താൽ ലാസ്റ്റ് വരെ നമുക്കൊരു കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു ട്രൈപ്പാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും പറയാം, ഇഷ്ടമായെങ്കിലും പറയാം, അല്ലെങ്കിലും പറയാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.